ഗുഡ് മോർണിംഗ് ഡോക്ടർ ജേക്കബ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കാലാവസ്ഥ മാറി, ഇനിയിപ്പം ശ്വാസം മുട്ടലൊക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമുക്ക് ആസ്മയെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. എന്താണ് ആസ്മ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം അവസ്ഥയാണ്. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശങ്ങൾ, ശ്വാസനാളികൾ അമിതമായി പ്രതികരിച്ച് അത് ചുരുങ്ങുന്നതുകൊണ്ട് ഒരു അവസ്ഥയാണ് ആസ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് ശ്വാസക്കുഴലിലൂടെയാണ് നമ്മുടെ ശ്വാസം, നമ്മുടെ ഓക്സിജനൊക്കെ എയർ, വായു ശ്വാസോശത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ പോകുമ്പോൾ വലിയ സൗണ്ടൊന്നും കേൾക്കില്ല. പക്ഷേ ചെറുതായിട്ടൊന്ന് ചുരുങ്ങുമ്പോൾ ചെറിയ കീ പോലുള്ള ശബ്ദങ്ങൾ കേൾക്കും. അതായത് ചുരുങ്ങുന്നത്. അപ്പോൾ ചുരുക്കമാണ്, ശ്വാസക്കുഴലിനുള്ള ചുരുക്കമാണ് ഉണ്ടാകുന്നത്. ചുരുക്കം ഉണ്ടാവാൻ പ്രധാന കാരണം ആ ശ്വാസക്കുഴലിന് ചുറ്റിനുള്ള മസിലുകളൊന്ന് സങ്കോചം വരുന്നതും അതിൻ്റെ അകത്തുള്ള പാട നീർക്കെട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ചുരുക്കവും മസിലുകൾ ഇങ്ങനെ സങ്കോചിക്കുന്നതും പിന്നെ അകത്തുള്ള നീർക്കെട്ടുണ്ടാകുന്നതും. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആസ്മയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട് ആസ്മ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എല്ലാവർക്കും എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നില്ല? അതെ, അതാണ്. ചിലവർക്ക് മാത്രമേ ഉണ്ടാവും. അതായത് കാരണം ചിലവർക്ക് ആസ്മ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം പലരുടെ മനസ്സിൽ വരാം. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര ശ്വാസം മുട്ടി സിനിമയിലൊക്കെ കാണുന്നത് ഇൻഹേലറൊക്കെ അടിച്ചടിച്ചടിച്ച്. അപ്പം അങ്ങനെ ഒരു ഇതാണെന്ന് ഈ കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കരുത്. ആസ്മ എന്ന് ഞങ്ങൾ ശ്വാസകോശ രോഗ വിദഗ്ധർ പറയുന്ന ആസ്മ, പലതരം ആസ്മകളുണ്ട്. ഒന്ന് ചുമ മാത്രം വരുന്ന ആസ്മയുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനിതകമായ ഒരു കാര്യമാണ്. അപ്പനോ അമ്മയ്ക്കോ കുടുംബത്തിൽ ആർക്കെങ്കിലും ആസ്മ ഉണ്ടെങ്കിൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ആസ്മ ഉണ്ടാകാനുള്ള ചാൻസ്, സാധ്യത മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ സാഹചര്യമുള്ള അല്ലെങ്കിൽ ജനിതകമായ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു കുട്ടി ജനിച്ച് വീഴുന്ന സാഹചര്യം, ഭയങ്കര പൊടിപടലങ്ങളുണ്ട്, ആ സമയത്ത് ഭയങ്കര പൂമ്പൊടികളുണ്ട്, അലർജി ഉണ്ട്, പിന്നെ അവർ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, ഇതൊക്കെ ശരീരത്തിൽ പ്രതികരണം ഉണ്ടാക്കാം. കാരണം ഇവർ ജനിച്ച് വീഴുമ്പോൾ അവരുടെ ജീനുകൾ, അത് ജനിതകമായിട്ടുള്ള പ്രത്യേകത പറഞ്ഞാൽ പ്രതികരണശേഷി കൂടിയ ജീനുകൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ശരീരത്തിലേക്ക്. അപ്പോൾ പ്രതികരണശേഷി കൂടിയ ജീനുകളാണ് അവരുടെ ബ്ലഡിൽ ഉള്ളത്. അപ്പോൾ ആ ജീനുകൾ കാരണം അതിൽ നിന്നുണ്ടാവുന്ന ചില പ്രോട്ടീനുകൾ ഇതിന് കൂടുതലായിട്ട് ഇപ്പോൾ ചെറിയ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരിടത്ത് ഇരിക്കുമ്പോഴത്തേക്ക് വലിയ പൊടിയൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ചെറിയ പൊടിയുള്ള സ്ഥലത്ത് ഒരു 10 പേര് വരുമ്പോൾ 2-3 പേര് അവിടെ നിന്ന് തുമ്മുന്ന കാണാം. ഇവിടെ ഭയങ്കര പൊടിയാണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പൊടി കേട്ടോ അപ്പം എനിക്ക് മനസ്സിലാവും, എനിക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്, എനിക്ക് പൊടി കണ്ട്, അങ്ങനെ ചിലർ പറയുന്നതൊക്കെ. അവരാണ് അധിക പ്രതികരണശേഷി ഉള്ളവർ. അതൊരു രോഗാവസ്ഥ തന്നെ, അതൊരു പ്രതികരണശേഷി കൂടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രതികരണശേഷി കൂടിയിട്ട് ജനിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചില പ്രത്യേകിച്ച് അമ്മമാര് അവർക്ക് മുട്ട കൊടുക്കുക വളരെ നേരത്തെ തന്നെ, പശുവും പാല് കൂടുതൽ കൊടുക്കുക, ഇങ്ങനെയുള്ള സാധനം ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ ശരീരത്തിൽ പ്രോട്ടീനുകൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. പിന്നെ അവർ ഭയങ്കര പോളനൊക്കെ കൂടുതൽ, എന്ന് പറഞ്ഞാൽ പൂമ്പൊടിയൊക്കെ കൂടുതലുള്ള സാധനം. പിന്നെ നമ്മുടെ ഈ ചില ഹൗസ് ഡസ്റ്റ് മൈറ്റുകൾ പോലെ ചെറിയ ജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് കുട്ടി വളരുമ്പോൾ ആദ്യം ചിലപ്പോൾ കുട്ടികൾ ചൊറിച്ചിൽ പോലെ ദേഹത്തൊക്കെ വരാം, അതൊരു കരപ്പൻ എന്നൊക്കെ പറയും. പിന്നെ തുമ്മലുണ്ടാകും, കണ്ണ് ചൊറിച്ചിലുണ്ടാകും, മൂക്കിങ്ങനെ തിരുമുന്നതാണ്. പിന്നെ അതും കഴിയുമ്പോഴത്തേക്കാണ് ഇവർ ആസ്മ എന്നൊരു അസുഖത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ കുട്ടികളുണ്ടാകുന്ന ആസ്മയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലക്ഷണം ചുമ മാത്രമായിരിക്കും. ഇവർ ചുമയ്ക്കും, പിള്ളേർ ചുമച്ചുകൊണ്ടിരിക്കും, രാത്രികാലിലും ചുമ. പിന്നെ ഒരു ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചുമയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തേക്കുള്ളിൽ എടുക്കുക. അപ്പോൾ ഇത് ഈ ജനിതകമായ കാര്യങ്ങൾ കൊണ്ട് വരുന്ന കുട്ടികളിൽ പ്രതികരണശേഷി കൂടുതലുള്ള ആൾക്കാർക്ക് അലർജി കൊണ്ട് ഉണ്ടാവാം, പിന്നെ അടിക്കടിയുള്ള വൈറസ് ബാധകൾ കൊണ്ട് വരാം, പിന്നെ ചിലവർക്ക് ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ വരാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇത് ഉണ്ടാകാനുള്ള സാധ്യത, ബേസിക് ആയിട്ടുള്ള കാരണം. ഇപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് പറഞ്ഞു ചുമ മാത്രം ലക്ഷണമായിട്ടുള്ള ആസ്മ ഉണ്ടെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ? ഏറ്റവും പ്രധാനം ചുമ തന്നെയാണ്. ചുമ തന്നെയാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം, ചുമ ഒരു ആസ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അല്ല വലിക്കണമെന്നില്ല എല്ലാവരും. അത് കഴിഞ്ഞ് ഉള്ളത് വിസിലടി ശബ്ദത്തോടു കൂടിയുള്ള ശ്വാസോച്ഛ്വാസം, ഇങ്ങനെ എടുക്കുമ്പോൾ കീക്കുന്ന ശബ്ദം കേൾക്കല്. പിന്നെ ശരിക്കും ശ്വാസം മുട്ടൽ ഉണ്ടാവുക, ശ്വാസം കിട്ടുന്നില്ല, നെഞ്ച് പിടിച്ചിരിക്കുക, നെഞ്ചിൽ ഭാരം പോലെ തോന്നുക, കിട്ടുന്നില്ല ശ്വാസം, നടക്കുമ്പോൾ ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ ഉള്ള ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്തായിരിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ ആസ്മ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളിൽ നമ്മൾ ചോദിക്കും ഇതെന്നും ഉണ്ടോ? ചില ദിവസങ്ങളിലേ ഉള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നും ഇല്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാവും. ഇതിൻ്റെ അകത്തൊരു പ്രധാന. ഈ ലക്ഷണമുള്ള ഒരാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ വലിയ പരിശോധനയുടെ ആവശ്യമില്ല, ആസ്മ തന്നെയാണ് ഉറപ്പിക്കാം. കാരണം വലിയ പരിശോധനകൾ വേണ്ടി വരുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സംശയം, ഇത് ആസ്മ തന്നെയാണോ
ഇയാൾ ഇപ്പം നിർത്തുന്ന കുട്ടികളിലാണെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ചില കുറുങ്ങൽ ശബ്ദങ്ങൾ ഡോക്ടർ മനസ്സിലാവും. പ്രധാനമായിട്ട് ആ കുട്ടി രാവിലെ ഇരുന്ന് അല്ല വെളുപ്പിനെ അല്ലെങ്കിൽ ഉണരും, രാത്രിയിൽ ചുമച്ച് ഉണരുവാണ്, കുറേ നാളായിട്ട് ചുമ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അമ്മമാർ എന്ന് പറയും ചെറിയ കുറുങ്ങൽ പോലെ കേൾക്കുന്നുണ്ട് ഡോക്ടറെ കൈ വയ്ക്കുമ്പോഴത്തേക്ക്. ഇതൊക്കെ അതിൻ്റെ ലക്ഷണം തന്നെയാണ്. അപ്പോൾ എല്ലാ കുറുങ്ങലും ആസ്മയല്ല, എന്നാൽ ഒരു 90% കുറുങ്ങലും ആസ്മ തന്നെയാണ്. മിക്ക ഇതും തന്നെ മാറിപ്പോകും. ഓക്കെ, മനസ്സിലായി. ചെറിയ ഇപ്പം അവരുടെ പ്രതികരണശേഷി അങ്ങനെ കൂടിയിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയൊരു വൈറസ് ബാധയൊക്കെ ഉണ്ടായി അതൊക്കെ വരുമ്പോഴത്തേക്ക് ചില ചെറിയ മരുന്നുകൾ കൊടുക്കുന്നതിന് മാറിപ്പോകും. പക്ഷെ ഇത് അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിന് 2-3 പ്രാവശ്യം ഒരു കൊച്ചിന് കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കുക, ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോഴാണ് ശരിക്കും ഒരു ഡോക്ടർ ഒരു ആസ്മ എന്നൊരു ഡയഗ്നോസിസ് ഡോക്ടർ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടിക്കടിയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഒഴിവാകും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചുമയും കുറുങ്ങലുമാണ് ഒരു പ്രധാനം. വലിയവരിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നടക്കുമ്പോഴോ ഭയങ്കര സ്പീഡിൽ നടക്കുമ്പോഴോ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രം നെഞ്ചിനൊരു ഭാരം പോലെ ഉണ്ടാകുക, വെളുപ്പിനെ ചുമച്ച് ചാടി എഴുന്നേൽക്കുക, കുറുങ്ങൽ ശബ്ദത്തോടുകൂടി എഴുന്നേൽക്കുക, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണം. വെൽക്കം ബാക്ക്. ഡോക്ടർ, ഇപ്പം ആസ്മയുടെ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. ആസ്മ വരാനുള്ള കാരണങ്ങളും കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ജനിതകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പൊടി, പൂമ്പൊടി ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ആസ്മ വരാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടോ? ചില കേസുകളിൽ നമുക്കിപ്പം ആസ്മ മുതിർന്നവരിലാണ് അങ്ങനെ കൂടുതൽ പ്രശ്നം വരുന്നത്. ഈ ആസ്മയായിട്ട് വരുന്ന ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക്, ചില ആൾക്കാർക്ക് പ്രഷറിനുള്ള ചില മരുന്നുകൾ, ഇപ്പം ബീറ്റ ബ്ലോക്കർ പോലുള്ള, ഇപ്പം പല ഗ്രൂപ്പിലുള്ള പല മരുന്നുകൾ കഴിക്കുമ്പോൾ നെഞ്ചിന് പിടുത്തം ആസ്മ പോലെ വരാം. അത് വളരെ, പിന്നെ ആസ്പിരിൻ കഴിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ഒരു കുഴപ്പമില്ലാത്ത ആള് ഒരു അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ആരെങ്കിലും ആസ്പിരിൻ കൊടുത്തു, അതിനുശേഷം പതുക്കെ ചുമ തുടങ്ങുക, ഒരു കുറുങ്ങൽ പോലെ തുടങ്ങുക, ഇതൊരു ലക്ഷണമാണ്. ഡ്രഗിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഒരു കാരണം ജനിതകമായ അല്ലാത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികരിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ട്രിഗറിങ് ഫാക്ടർ. കാരണം അതാണ് ഒരു ആസ്മ ചികിത്സയുടെ പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അത് കണ്ടുപിടിച്ചാണ് രക്ഷപ്പെട്ട്, പിന്നെ വലിയ മരുന്നുകളുടെ ആവശ്യമില്ല. ശരിക്കും വളരെ കൂടുതലായിട്ട് ഞാൻ കാണുന്ന കുട്ടികളിൽ പലർക്കും കാണുന്നത് മിക്കവാറും പല ഫുഡ് സബ്സ്റ്റൻസിനുള്ള അലർജിയാണ്. പലപ്പോഴും പാലിനുള്ള അലർജി. എല്ലാ മരുന്നുകളും ഇൻഹേലറുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടും അസുഖം കുറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് അവരുടെ ട്രിഗറിങ് ഫാക്ടറാണ് കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ വീട്ടിലൊരു പൂച്ചയായിരിക്കും പ്രശ്നം. ഓക്കെ, മനസ്സിലായി. അല്ലെങ്കിൽ അത് കുട്ടികൾ നമ്മൾ പ്രധാനമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുട്ടികളുടെ അമ്മമാരെയും ഒക്കെയാണ്. ചിലപ്പോൾ കൊച്ചു സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റഫ്ഡ് ആയിട്ടുള്ള ടോയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി. അതിന് പൗഡർ ഇട്ട് കൊടുക്കുക, അതിന് പഞ്ഞി പോലെ ഇരിക്കുന്ന ടോയ്ക്കൊക്കെ പൗഡർ ഇട്ട് കൊടുക്കുക, ആ പൊടിയെല്ലാം കൂടെ കയറുക. ആ സ്റ്റഫ്ഡ് ടോയ്സ് ഒരു വലിയ ട്രിഗറാണ്. അതിൻ്റെ അകത്ത് ഇത് എപ്പോഴും കളിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ അകത്ത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ തിന്ന് വളരുന്ന വീട്ടുപൊടിച്ചുള്ള ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഇത് വളരും. ആ കൊച്ചിരിക്കുന്ന സോഫ, ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇതിന് ഒരു റെക്സിൻ പോലത്തെ ലെക്ചർ പോലത്തെയാണ്, ഇത് കുഴപ്പമില്ല. അതേസമയം ഭയങ്കര ക്ലോത്ത് വെൽവെറ്റ് പോലെ ഇരിക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ ഇത് ഇരിക്കും. അപ്പോൾ അവിടെ അതിൻ്റെ ലക്ഷണം കൃത്യമായിട്ട് പറയും. അവരുടെ ചോദിച്ചാൽ പറയും, കുട്ടി വന്ന് ആ സോഫയിൽ ഇരുന്ന് കുറേ നേരം TV കഴിയുമ്പോൾ കണ്ണ് ചെറുതായിട്ട് ചൊറിയുന്നു, മൂക്കിങ്ങനെ ആക്കുന്നു, ചുമയ്ക്കുന്ന, എഴുന്നേറ്റ് പോകുന്നു. ഇതാണ് കറക്റ്റ്. അപ്പോൾ അവിടെയാണ് ആ ഒരു ട്രിഗർ കണ്ടുപിടിച്ച് അവർ ശരിക്കും പറഞ്ഞാൽ ആ സോഫയുടെ പുറത്ത് വേറെ ഇത് മാറ്റി റെക്സിൻ ഇടിക്കുകയോ അതൊന്ന് കറക്റ്റ് വാക്കം ചെയ്തെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അസുഖം കുറയും. അപ്പോൾ ആ ട്രിഗർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വളരെ കുറേ അധികം രോഗികളെ നമുക്കിപ്പോൾ കാണുന്നത് പല പ്രത്യേകതരം ഫുഡുകൾ കഴിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സംസ്കാരം ഇങ്ങനെ മാറി മാറി എന്ത് പുതിയ ഹോട്ടൽ അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ കഴിച്ചു നോക്കണം, ട്രൈ ചെയ്യണം എല്ലാം. അപ്പം അങ്ങനെ ഇപ്പം നമ്മുടെ നാടും മറ്റുള്ള ഇംഗ്ലണ്ട്, USA അതുപോലുള്ള സ്ഥലങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായതിനു ശേഷം പല ഞാനിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് ഇടയിലും മറ്റു ഹെൽത്ത് കമ്മ്യൂണിറ്റിയുടെ ഇടയിലും ഒരു വലിയ സംസ്കാരമുണ്ട്, ഇതിനെതിരെയുള്ള സംസ്കാരം, ജങ്ക് ഫുഡിനെതിരെ. അപ്പോൾ നമ്മുടെ കുട്ടികളെയും നമ്മുടെ ആൾക്കാരെയും ജങ്ക് ഫുഡിൽ നിന്ന് മാറ്റിവിടുക. അപ്പോൾ അതിന് മാക്സിമം ഡോക്ടേഴ്സ് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ഒരിക്കലും അവിടെ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് ഇപ്പം ഈ കൂടുതൽ കാലറി, കൂടുതൽ ജങ്ക് ഫുഡുള്ള സ്ഥലത്തേക്കൊന്നും കുട്ടികളെ ആകർഷിക്കാതിരിക്കുക. സ്കൂളുകളിൽ ഇങ്ങനെയുള്ള ജോയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെല്ലാം ഇപ്പം അത് പ്രാവർത്തികമാക്കി എല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റത് സ്കൂളിൻ്റെ അകത്ത് തന്നെ ഈ പല ഫുഡ് ചെയിൻസും ഉണ്ട്.
അപ്പോൾ ഈ കുട്ടികൾ അമിതമായിട്ട് ഈ സാധനം കഴിച്ചു കഴിയുമ്പോൾ ഇപ്പം നമുക്ക് നമുക്ക് പേര് പറയാൻ പറ്റുന്ന ചില ബ്രാൻഡുകളിലേക്ക് ഇടയ്ക്ക് നിരോധിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആൾക്കാർ എന്താ പറയുന്നത്, ചില കെമിക്കലുകളുണ്ട്. ആ കെമിക്കലുകൾ നേരത്തെ പറഞ്ഞത് ജനിതകമായി കുഴപ്പമില്ലാത്ത ആളിനും ആസ്മ ഉണ്ടാക്കും, പ്രതികരണശേഷി ഉണ്ടാക്കുന്ന കെമിക്കലുകളാണ്. അപ്പോൾ കഴിവതും ഇവര് ഇങ്ങനെയുള്ള ഫുഡുകൾ ഈ പിള്ളേർ, ഇപ്പൊ എല്ലാ പിള്ളേർക്ക് ഇഷ്ടമായിരിക്കും പല പല നല്ല ഫുഡുകൾ കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും കുഴപ്പമില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഒരു ആൾക്ക് ഇങ്ങനെ കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കുക, ആസ്മ വന്നുകൊണ്ടിരിക്കുക, മാറുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കൊടുക്കുന്ന ഫുഡുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളരെ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താൻ പറയാം, ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്ന ഫുഡുകളുണ്ട്. ചില ഫുഡൊക്കെ നമ്മൾ ഫെർമെന്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫുഡുകൾ. ഇപ്പോൾ കൂടുതൽ പിന്നെ ഉഴുന്ന് അടങ്ങിയ ഇഡ്ഡലി ദോശയൊക്കെ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് പിന്നെ ദാലിന് അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ഈ ഹിസ്റ്ററി ഇപ്പോൾ സ്ഥിരമായിട്ട് ദോശ ഇഡ്ഡലിയും കഴിച്ചുകൊണ്ട് കൊച്ചിന് മാറുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, ഇത് തന്നെയാണോ പ്രശ്നം. ചില സാധനങ്ങൾ കണ്ടിന്യൂസ് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് അസുഖം മാറാതിരിക്കും, ചിലപ്പോൾ അതൊരു പ്രശ്നം. ബേസിക്കലി ഇതൊരു ട്രയൽ ആൻഡ് എറർ ആണ്. ട്രയൽ ആൻഡ് എറർ അത് കണ്ടുപിടിച്ച്, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. ആസ്മയുടെ ഏറ്റവും പ്രധാനം നമ്മൾ എപ്പോഴും പറയും, നോ യുവർ ട്രിഗർ, യു ക്യാൻ കൺട്രോൾ യുവർ ആസ്മ. അതിന് പ്രത്യേകിച്ച് അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം വ്യത്യാസമൊന്നും. ആയുർവേദക്കാർ എപ്പോഴും പറയും പഥ്യം വേണം. പഥ്യം വളരെ പ്രധാനമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പഥ്യം എന്ന് പറയുന്നത് ഞങ്ങൾ ശാസ്ത്രീയമായി പറയുമ്പോൾ അലർജി ഉള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ പ്രോസസ് ഫുഡ്സ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വളരെയധികം വ്യത്യാസം വരും. വീട് കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക. ഈ ശ്വാസമുട്ടൽ കൂടുതലുള്ള വീടുകളിൽ കർട്ടനുകളൊക്കെ ഭയങ്കര കർട്ടനുകൾ അതൊക്കെ ഒഴിവാക്കുക. ഒന്നും പൊടി കയറിയിരിക്കുന്ന സാധനങ്ങൾ, ബുക്സ്. ഇപ്പോൾ പിള്ളേരുടെ ശീലമുണ്ട്, ബുക്കെല്ലാം കിടക്കമുറി കൊണ്ട് വെച്ചിട്ട് അവിടെ തന്നെ അതിൻ്റെ ഫുഡിൽ കിടന്ന് ഉറങ്ങുക, കണ്ണ് ചൊറിഞ്ഞ് ചാടി എഴുന്നേറ്റ് വരിക. ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു നിയന്ത്രണത്തിലെത്താം. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞത് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ മാറിയത് കൊണ്ട് ആസ്മ വരുന്നു, അങ്ങനെ ഒരു ഉണ്ടോ? ഉണ്ട്. കാലാവസ്ഥ മാറുമ്പോൾ ഉള്ള ആസ്മയെ കുറിച്ച് നമുക്ക് പറഞ്ഞു നിർത്താൻ, കാരണം ഇത് അതിനാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ മഴ ഉണ്ടാകുമ്പോൾ വരുന്ന കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങൾ. പെട്ടെന്നൊരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നു. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു ഫിസിക്കൽ ചേഞ്ചാണ്. പ്രതികരണശേഷി കൂടുതലാണല്ലോ ഇവർക്ക്. പെട്ടെന്ന് തണുപ്പിൽ നിന്ന് ചൂടിലേക്കും ചൂടിൽ തണുപ്പിലേക്ക് വരുമ്പോൾ ഇവരുടെ ശരീരം ശ്വാസകോശം പ്രതികരിക്കും. അതൊന്ന്. രണ്ട്, ഇത് ഒരു വൈറസ് ബാധ ഉണ്ടാവാൻ പറ്റിയ സമയമാണ്. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് വരും. ഈ രണ്ട് കാരണങ്ങളാണ് ഇവർക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് പെട്ടെന്നുണ്ടാകും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ മരുന്നുകൾ, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ നീർക്കെട്ട് കുറയുന്ന തരം ഇൻഹേലറുകളുണ്ട്. അപ്പോൾ ഇൻഹേൽ സ്റ്റിറോയിഡുകളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, വിടരുത്. പിന്നെ ഇത് രണ്ട് തരം മരുന്നുകളാണ്. ഒന്ന് ശ്വാസമുട്ടൽ വരമ്പ് ഉപയോഗിക്കുന്ന മരുന്നുകളും വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളും. ഈ വരമ്പ് ഉപയോഗിക്കേണ്ട മരുന്നുകൾ എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നാലും അത്ര നല്ലതല്ല. ഏറ്റവും കുറച്ച് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, പക്ഷേ മരുന്ന് നിർത്താൻ പാടില്ല. ഇതാണ് ഇതിൻ്റെ കാരണം. ആസ്മ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ തന്നെ ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നത്, അങ്ങനെയല്ല. ഈ ആസ്മ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ശരീരത്തിൽ കാണും. ആ നീർക്കെട്ട് കുറയുന്നത് വരെ നമ്മൾ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. ഒരു 6 മാസം ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ശ്വാസമുള്ളൊന്നും ഇല്ലെങ്കിൽ പതുക്കെ ഡോസ് കുറച്ച് നിർത്തി നോക്കാം. കാരണം ആസ്മ എന്ന അസുഖം ഒരിക്കലും മാറിപ്പോകില്ല എന്ന് ആൾക്കാർ പറയും. അങ്ങനെയല്ല. നമുക്ക് പല ഡോക്ടറിനെ അറിയാം, നമുക്ക് കുറേ പേരെ നിങ്ങൾ കണ്ടു കാണും, പണ്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല. അത് ശരിയാണ്, ആസ്മ മാറിപ്പോകും, പക്ഷെ എപ്പം വേണമെങ്കിൽ തിരിച്ചു വരാം. അല്ലാതെ ഇത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ആസ്മാറ്റിക് ആയിട്ടിരിക്കും എന്ന് ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആസ്മ എന്നുള്ള അസുഖം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അർത്ഥം ഇവരുടെ ആസ്മ ആക്റ്റീവായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം, അതിന്റെ ട്രിഗറുകൾ മനസ്സിലാക്കി ഒഴിവാക്കി കഴിഞ്ഞാൽ. അപ്പൊ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും പരിശോധനയുടെ ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മെയിൻ ആയിട്ട് പ്രോപ്പർ ഹിസ്റ്ററി എപ്പോഴാണ്. പിന്നെ രണ്ടാമത് നമുക്കിപ്പം സംശയം ഉണ്ടെന്ന സാഹചര്യത്തിൽ നമ്മൾ 2 ഉപകരണങ്ങൾ, ഒന്ന് പീക്ക് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ട്യൂബ് പോലത്തെ സാധനത്തിൽ കൂടെ ശക്തമായി ഇങ്ങനെ ശ്വാസം വിട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ ചെറിയ മീറ്റർ ഇങ്ങനെ, അത് നമ്മുടെ ശ്വാസത്തിൽ അടസ്സം മാറ്റാം. അപ്പോൾ അത് രാവിലെയും രാത്രിയിലും നോക്കുമ്പോൾ വ്യത്യാസം കാണും. ആസ്മാറ്റിക്സിന് ആ വ്യത്യാസം കാണും, വേരിയബിലിറ്റി വരും. പിന്നെ ഒരു സ്പൈറോമെട്രി പോലുള്ള ഒരു ഉപകരണമുണ്ട്, ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അത് നമ്മുടെ ശ്വാസകോശത്തിൽ തടസ്സം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും, ആ തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെബുലൈസർ വെച്ചിട്ട് ഒരു മരുന്ന് സാൽബട്ടമോൾ പോലുള്ള മരുന്ന് കൊടുത്തിട്ട് പ്രതികരണം ഉണ്ടോയെന്ന്, വ്യത്യാസം വരുന്നുണ്ടെന്ന്, സങ്കോചം കുറയുന്നുണ്ടെങ്കിൽ അത് ആസ്മയാണ്. അങ്ങനെയാണ് 2. പക്ഷേ ഇത് ഒരു ആസ്മ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറക്റ്റായിട്ട് ഹിസ്റ്ററി എടുത്ത് കറക്റ്റായിട്ട് പറയുവാണെങ്കിലാണ്. പ്രധാനമായിട്ടുള്ള ഞാൻ പറഞ്ഞാൽ പുക വലിക്കുന്ന ആൾക്കാരിലാണ് ഈ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇവന്റെ പുക വലിച്ചുകൊണ്ടാണോ ഈ പ്രശ്നം, അതോ ഇത് ആസ്മയാണോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയാണിത്. ഡോക്ടർ, നമുക്ക് ആസ്മയുടെ ചികിത്സയിലേക്ക് വരുമ്പോൾ ഡോക്ടർ നേരത്തെ ഇടയ്ക്ക് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഇൻഹെയിലേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പൊതുവേ ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഇൻഹെയിലർ വലിയ അപകടകാരിയായ ഒരു സാധനവും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഡിക്ഷൻ ഉണ്ടാകുമെന്നും അതങ്ങനെ അധികം നാൾ ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞതെല്ലാം
അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെ, അത് വളരെ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും ഇതിനെക്കുറിച്ചൊരു ലോകവ്യാപകമായിട്ടും ഈ ഒരു രീതി ആയാലും, കാരണം അത് വർഷങ്ങളെടുക്കും ആ ഒരു ഇത് മാറാൻ. കാരണം ഇതൊരു ഇൻഹേലർ എന്ന് പറയുന്ന ഒരു രൂപം മാത്രമേ ഉള്ളൂ മരുന്നിൻ്റെ ഡെലിവറി. ഇപ്പം നമ്മൾ സിറപ്പായിട്ട് ഉപയോഗിക്കുന്നു, ഗുളികയായിട്ട് ഉപയോഗിക്കുന്നു. ഇൻഹേലർ എന്ന് പറയുന്നത് ഇൻഹെയിൽ എന്ന് പറഞ്ഞാൽ മരുന്ന് വലിച്ചെടുക്കുക, ലങ്സിലേക്ക് എടുക്കുക. അപ്പോൾ ലങ്സിലുള്ള പ്രോബ്ലത്തിന് ലങ്സിലേക്ക് മരുന്ന് വിടുക, അത്രേ ഉള്ളൂ ഇൻഹേലർ. അപ്പോൾ ആ ഇൻഹേലർ അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻഹേലർ ഇപ്പോൾ നമ്മൾ പ്രഷറിനും ഷുഗറിനും ഗുളിക കഴിക്കുന്നു. അപ്പോൾ ഒരു ആൾക്കാർ പറയുന്നുണ്ടോ ഇത് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആയുഷ്കാലം കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇൻഹേലറുകൾ. ചില ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആയുഷ്കാലം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഒരു ചെറിയൊരു നമുക്ക് കൂടുതൽ സാങ്കേതികമായ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഷോയിൽ പറയാൻ പറ്റില്ല. എന്നാലും ഒരു മാസത്തിൽ 2 പ്രാവശ്യം മാത്രം ശ്വാസം മുട്ടൽ വരുന്ന ഒരു വ്യക്തി, അയാൾക്ക് ശരിക്ക് കണ്ടിന്യൂസ് ഇൻഹേലറിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി, വല്ലപ്പോഴേ വരുന്നുള്ളൂ. അയാൾക്ക് ചിലപ്പോൾ ഒരു സാൽബട്ടമോൾ അടങ്ങിയ ഒരു ഇൻഹേലർ കയ്യിൽ വെച്ചിരുന്ന അയാൾക്ക് പ്രശ്നം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതൊരിക്കലും അഡിക്ഷനായി മാറില്ല. അയാൾ അഡിക്ഷൻ ആവുമെന്ന് പറഞ്ഞാൽ വയ്ക്കാതിരുന്നിട്ട് അവസാനം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും. ഇതാണ് തുടക്കത്തിൽ. അപ്പോൾ ഇൻഹേലറിലെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡോസ് മതി. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു ഗുളിക, ഒരു 4 മില്ലിഗ്രാം സാൽബട്ടമോൾ ഗുളിക കഴിച്ചാൽ അത് വയറ്റിൽ പോയി എല്ലാ ശരീരത്തിൽ അതിൻ്റെ വയറ്റിൽ നിന്ന് രക്തത്തിലോട്ട് വന്നിട്ട് എല്ലാ ഭാഗത്തും പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് ലങ്സിലേക്ക് എത്തുന്നത്. ബാക്കി ഭാഗം ഹാർട്ടിൻ്റെ അതിൽ കൂടെ പോയിട്ട് ഹാർട്ടിനെ ഇടിപ്പിക്കും, കൈ പോയി കൈവറയിൽ ഉണ്ടാക്കും, ശ്വാസകോശം ഒന്ന് ഉപയോഗിക്കും. അപ്പോൾ ഈ സാധനം നേരിട്ട് കൊടുത്താൽ അപ്പോൾ മൈക്രോഗ്രാം, സൈഡ് എഫക്ട്സ് എല്ലാം 100 മൈക്രോഗ്രാം 200 മൈക്രോഗ്രാം അതേ പോകുള്ളൂ. അത് അമിതമായി അടിച്ചാൽ നല്ല എഫക്റ്റ് വരും. സ്റ്റീറോയിഡുകൾ എടുക്കാം. സ്റ്റീറോയിഡുകൾ എന്ന് പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡുകൾ എല്ലാവരും പറയുമ്പോൾ അപകടകാരിയാണ്. പക്ഷേ സ്റ്റീറോയിഡിനെ കുറിച്ച് നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി പറയുകയാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റീറോയിഡ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സാധനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് സ്റ്റീറോയിഡ് അല്ലെങ്കിൽ അപ്പോൾ വീഴും താഴെ. സ്റ്റീറോയിഡ് ആണ് നമ്മുടെ സ്ട്രെസ്സും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ സ്റ്റീറോയിഡ് വേണം. ആ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്റ്റീറോയിഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബാലൻസിൽ പോകുന്നത്. പക്ഷെ സ്റ്റീറോയിഡുകൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നാളത്തെ സാങ്കേതികത അല്ലെങ്കിൽ ശാസ്ത്രം വളർന്നതനുസരിച്ച് നമുക്കിപ്പോഴും നമുക്കറിയാവുന്ന ഒരു സ്റ്റീറോയിഡ് മരുന്നുകളാണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, എന്നുവെച്ചാൽ നീർക്കെട്ട് കുറയാൻ ഇപ്പോഴും ഉള്ളത് സ്റ്റീറോയിഡ് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ പുതിയ മരുന്നുകൾ വരാം, അപ്പോൾ നമ്മൾ നിർത്തും. അപ്പം ഇതുവരെ നമുക്കിപ്പോൾ ഫലപ്രദമായിട്ടുള്ള സ്റ്റീറോയിഡാണ്. അപ്പോൾ ആ സ്റ്റീറോയിഡുകൾ വേണം, പക്ഷേ സൈഡ് എഫക്റ്റ് ഉണ്ടാവരുത്. അതിനുവേണ്ടിയാണ് ഇൻഹേലറായിട്ട് ഉപയോഗിക്കുന്നത്. ഡോസേജ് കുറച്ച്, വളരെ കുറച്ച്, 1 in 1000 ആണ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് ആ പറയുന്ന പ്രിസ്ക്രൈബ് ഡോസിൽ ഉപയോഗിച്ചിട്ട് പതുക്കെ ഡോസ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ലോക്കൽ സൈഡ് എഫക്റ്റിലുണ്ടാവാം, അത് അടിക്കുമ്പോൾ തൊണ്ടവേദന, അതിനുള്ളവർക്ക് കറക്റ്റായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ സ്പേസർ പോലത്തെ ഡിവൈസ് വെച്ചിട്ട് ഉപയോഗിക്കുക. വായിക്കകത്ത് ഇൻഹേലർ ഉപയോഗിച്ചതിന് ശേഷം വായിക്കകത്ത് വെള്ളം ഒഴിച്ച് കുപ്പിളിച്ച് കളയുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഇനിയും ഞാൻ പറയുന്നില്ല, നമ്മളിപ്പോൾ ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതങ്ങ് നിൽക്കും. പുതിയ മരുന്നുകൾ എന്തായാലും കണ്ടുപിടിക്കപ്പെടും. അങ്ങനെയാണ് ശാസ്ത്രം വികസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കോശങ്ങളിൽ ചെന്ന് പ്രവർത്തിക്കുന്ന സാധനങ്ങൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ ഇത് നിൽക്കും. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അത് ഒരു അഡിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സയാണ് ഇൻഹേലർ ട്രീറ്റ്മെന്റ്. അത് ആവശ്യമുള്ളപ്പോൾ കറക്റ്റ് ഡോസിൽ ഉപയോഗിച്ചിട്ട് ആവശ്യം കുറയുമ്പോൾ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് മിനിമം ഡോസിൽ കണ്ടിന്യൂ ചെയ്തിട്ട് കുറേ നാളില്ലെങ്കിൽ നിർത്തി വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ നമ്മുടെ കാലാവസ്ഥ മാറിയതുകൊണ്ടും ആസ്മയുടെ ആണ് നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ടും ഈ കാലാവസ്ഥയിൽ ആസ്മ വരാതിരിക്കാനോ വന്നാൽ കൂടാതിരിക്കാനോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയാം. ഓക്കെ, ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. ഈ തണുത്ത മഴക്കാലത്ത് കൂടുതലും ചൂടുവെള്ളം കുടിക്കുക. പിന്നെ ഹൈജീൻ വളരെ പ്രധാനമാണ്. വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കൈയൊക്കെ നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് കഴുകി, അതിന് ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനമായിട്ട്. കാരണം വൈറസ് ബാധ ഇങ്ങോട്ട് കയറാതിരിക്കുക. കുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരും ഹൈജീൻ ഉപയോഗിക്കുക. അപ്പം തണുപ്പ് ഇതൊക്കെ ഉള്ള വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് വെള്ളമൊക്കെ കുടിച്ചിരിക്കുക. പിന്നെ കഫക്കെട്ട് കൂടി വരുവാണ്, പനിയൊക്കെ കൂടി വരുവാണെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് അതിനുള്ള ചികിത്സ എടുക്കുക. സ്ഥിരമായിട്ട് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ വല്ലവരും മുടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം അത് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് തന്നെ മനസ്സിലാവും. വലിയ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഈ ഇൻഹേൽ സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ സ്റ്റീറോയിഡും ഗുളിക സ്റ്റീറോയിഡും കുറേ ദിവസം കഴിക്കേണ്ടി വരും. ഇതിപ്പോൾ കുറച്ച് ദിവസം കഴിച്ചാൽ മതി. ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് പ്രതികരണം നമ്മുടെ ഇത് നിർജ്ജനം നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. ഇൻഹേൽ സ്റ്റീറോയിഡ് ഉപയോഗിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പോകാം. അപ്പോൾ അത് പ്രധാനം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വാക്സിനേറ്റ് ചെയ്യാത്തതാണ്. ഇപ്പോൾ ചിലപ്പോൾ വൈറസ് ബാധയ്ക്കെതിരെ ഇൻഫ്ലുവൻസ വാക്സിനുണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ കൂടുതലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കണം. വെളിയിൽ നിന്നുള്ള കഴിവതും പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ഫുഡ് ചൂടോടുകൂടി ഭക്ഷിക്കാൻ ശ്രമിക്കണം. തണുത്ത സാധനങ്ങളിലേക്ക് പോകരുത്. കൂടുതൽ തണുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കാതിരിക്കുക. ചെവി, നെഞ്ച് ഈ ഭാഗത്തേക്ക് ഭയങ്കരമായ തണുപ്പ് അടുപ്പിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പോകും.
ഈ ആസ്മയും ആവി പിടിക്കലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പലപ്പോഴും കാണാറുണ്ട് ശ്വാസം മുട്ടലുള്ള കഫക്കെട്ടുള്ള ആവി പിടിക്കുന്നത് കാണാറുണ്ട്. ഈ വെറും വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ചിലവർക്ക് ഗുണമുണ്ടാവും, ചിലവർക്ക് ദോഷമുണ്ടാവും. ചിലവർക്ക് പ്രതികരണശേഷി വളരെ കൂടിയിരിക്കുന്ന സമയത്ത് ആവി പിടിച്ചാൽ നല്ല ശ്വാസം മുട്ടലാവും. ഓക്കെ. അപ്പം ചെറിയ രീതിയിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച്. ചിലവർക്ക്, കാരണം ഇത് വാട്ടറാണ്, വാട്ടർ വേപ്പറാണ്. വാട്ടർ വേപ്പർ ഇറിറ്റേറ്റ് ചെയ്യാം. മറ്റേ അത് നമ്മൾ അതിനെ വാട്ടറിനെ കുറച്ച് അതാണ് ആൾക്കാർ ചെറുതായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അത് നോർമൽ സലൈൻ അതിൻ്റെ ഇത് മാറ്റും, പൊട്ടൻഷ്യൽ മാറ്റിയിട്ട് നോർമൽ സലൈൻ. പഴയ ആൾക്കാർ മറ്റേ യോഗയിലൊക്കെ ചെയ്യുന്നില്ല, ഉപ്പുവെള്ളം എടുത്ത് മൂക്കിൽ കൂടെ അടിച്ചു വരുന്നത്. അതിന് ചെറുതായിട്ടൊരു ഉപ്പിട്ട ഇത് നോർമലൈസ് ചെയ്യും. അപ്പോൾ ഇറിറ്റേഷൻ കുറയും. ഉപ്പ് കൂടിയ ഇറിറ്റേഷൻ കൂടും, വെറും വെള്ളമാണെങ്കിലും ഇറിറ്റേഷനാണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലവർക്ക് അത് പറ്റാത്തത്. പക്ഷേ സലൈൻ വേപ്പേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. അതായത് ഈ നമ്മുടെ ഇതിന്റെ പുറത്തോട്ട് പോകുന്ന ഫ്ലൂയിഡിന്റെ അതേ ഹോസ്പിറ്റാലിറ്റി ആയിട്ട് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ലാതെ പോകും. അപ്പം കുറച്ച് കുറയുകയും ചെയ്യും. അപ്പൊ ഭയങ്കര ചൂടും ആവിയെല്ലാം കൂടെ അത് വലിയ ഗുണം വലുതായിട്ട്. പക്ഷെ നെഞ്ചിനൊക്കെ കുറച്ച് ചൂട് കിട്ടിക്കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും. പുറത്തുനിന്ന് ചൂട് എടുപ്പിക്കുന്നത്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്കിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ജേക്കബ് ബേബി, അദ്ദേഹം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഉള്ളവർക്ക് കൂടാമൊക്കെ സാധ്യതയുള്ള ആസ്മ എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതൊരു രോഗാവസ്ഥയാണ്. ശ്വാസം മുട്ടൽ, ചുമയാണ് പ്രധാനപ്പെട്ട ലക്ഷണമെങ്കിലും ശ്വാസം മുട്ടൽ വരാം. ചുമ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലെങ്കിലും ശ്വാസം മുട്ടൽ വന്നാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സാ സാധ്യതകളെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു. എങ്ങനെ എഫക്റ്റീവായിട്ട് ആസ്മയെ പ്രതിരോധിക്കാം എന്നും അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ മറ്റൊരു വിഷയമായിട്ട്. ബൈ.